പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന ഒരു ടോപ്പിക്കാണ്. അതായത് എന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോൺ നമ്മൾ ഒരിക്കലും ലോക്ക് ചെയ്യാതെ വയ്ക്കില്ല. നിങ്ങളുടെയൊക്കെ ഫോൺ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോൺ കയ്യിൽ കിട്ടിയാലും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ പലതരത്തിൽ അതിനെ ലോക്ക് ചെയ്യും. അതിനെന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോഴത്തെ ഫോണിലുള്ളത് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാമത് നമ്മുടെ സാധ്യതയുള്ളത് പാറ്റേൺ ലോക്കിംഗ് ആണ്. വിവിധ തരത്തിലുള്ള പാറ്റേൺസ് ഉപയോഗിച്ച് നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്യും. രണ്ടാമത്തത്, ഇപ്പോഴത്തെ ഫോണുകൾക്കൊക്കെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തേത്, ഒരു പിൻ ജനറേറ്റ് ചെയ്യാം. ആ പിൻ ഉപയോഗിച്ച് ഫോൺ ലോക്ക് ചെയ്യാം. നമ്മൾ എന്തിനായിരിക്കും ഫോൺ ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത്? ഒറ്റ പർപ്പസേ ഉള്ളൂ. എന്തായിരിക്കും? നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ഫോൺ നോക്കാൻ പാടില്ല, നമ്മുടെ കൂട്ടുകാരത് കാണാൻ പാടില്ല, അധ്യാപകരത് കാണാൻ പാടില്ല, വീട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ അവരത് കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇവരിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ലോക്ക് ചെയ്യുന്നത്, അല്ലേ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് എന്തോ രക്ഷിതാക്കളിൽ നിന്ന് മറയ്ക്കാനുണ്ട്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡേറ്റ ഒന്നും രക്ഷിതാക്കൾ കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ ഫോണിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോൺ ലോക്ക് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പാറ്റേൺ ലോക്കിംഗ് ഉപയോഗിക്കും. 2, ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ഉപയോഗിക്കും. 3, പിൻ ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്യും. ഇപ്പോൾ നേരെ വരിക, നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, നമ്മൾ വിവിധ തരത്തിലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളും മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത, മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഒക്കെ പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, an accounting software must ensure data security, safety and confidentiality. ഡേറ്റ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ പലരും ഉപയോഗിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? പലരും ഉപയോഗിക്കും, ആ ഡേറ്റയിൽ മോഡിഫിക്കേഷൻസ് വരുത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ പർപ്പസ്, ആ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടത് മാറും. അപ്പോൾ അതുപോലെ സേഫ്റ്റി, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് സേഫ് ആയിരിക്കണം. അത് ഡിലീറ്റ് ചെയ്ത് പോകാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇത് പബ്ലിക്ക് മറ്റുള്ള ആരും കാണാതെ നമ്മൾ പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ 3 തരത്തിൽ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ സേഫ് ആക്കും. ഓക്കെ, ടു മേക്ക് ഇറ്റ് സേഫ്, കോൺഫിഡൻഷ്യൽ ആൻഡ് സെക്യൂർ വി യൂസ് 3 സെക്യൂരിറ്റി മെഷേഴ്സ്. ഒന്നാമത്തേത് പാസ്വേഡ് സെക്യൂരിറ്റി, രണ്ടാമത്തെ ഡേറ്റ ഓഡിറ്റ് ആൻഡ് തേർഡ് വൺ ഡേറ്റ വോൾട്ട്. ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് പാസ്വേഡ് സെക്യൂരിറ്റിയാണ്. ഓക്കെ, പാസ്വേഡ് സെക്യൂരിറ്റി, ഇറ്റ് ഈസ് എ മെക്കാനിസം വിച്ച് റെസ്ട്രിക്ട്സ് ദി ആക്സസ് ടു ദി കമ്പ്യൂട്ടർ സിസ്റ്റം ഡേറ്റ ആൻഡ് ഡേറ്റ ടു ദ യൂസർ ഓൺലി. ഓരോ യൂസർക്കും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യും. അത് നമുക്ക് 2 തരത്തിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഒന്ന്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മൊത്തം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാം. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഈ പാസ്വേഡ് അറിയുന്ന ആൾക്ക് മാത്രമേ ആ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയൂ. രണ്ടാമത്, മറ്റൊരു തരത്തിൽ ചെയ്യാം. നമുക്ക് ആ കമ്പ്യൂട്ടർ പബ്ലിക് ആര് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ, പക്ഷേ അതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിന് മാത്രം പാസ്വേഡ് കൊടുക്കാം. ആ സോഫ്റ്റ്വെയർ മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു പർട്ടിക്കുലർ യൂസർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിന്, നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് പാസ്വേഡ് സെറ്റ് ചെയ്യാം. 2 തരത്തിലും നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിനായാലും സോഫ്റ്റ്വെയറിനായാലും പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫെസിലിറ്റി ഉണ്ട്. വി ക്യാൻ ഡിഫൈൻ ദ യൂസർ റൈറ്റ്സ് അക്കോർഡിംഗ് ടു ദി ഓർഗനൈസേഷൻ പോളിസി. ആ യൂസർക്ക് ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ഒരു കണ്ടീഷൻ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ കഴിയും. കമ്പ്യൂട്ടറിനാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആ യൂസർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും.
അതുപോലെ സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു യൂസർക്ക് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് പാസ്വേഡിൻ്റെ മറ്റൊരു ഉപയോഗമാണ്. ദ സിസ്റ്റം ഫെസിലിറ്റേറ്റ്സ് ഡിഫൈനിങ് യൂസർ റൈറ്റ്സ് അക്കോർഡിംഗ് ടു ദി ഓർഗനൈസേഷൻ policy. So, a person in an organization may be given access to a particular set of data while he may be denied access to another set of data. ഒരു യൂസർക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റയിൽ ആക്സസ് അനുവദിക്കാനും അതുപോലെ മറ്റൊരു പർട്ടിക്കുലർ ഡേറ്റ ഡിനൈ ചെയ്യാനും ഈ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പാസ്വേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു യൂസർക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡേറ്റ ഉപയോഗിക്കാനുള്ള റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് പാസ്വേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തത് ഡേറ്റ ഓഡിറ്റ്. നമുക്കറിയാം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പലരും പല മോഡിഫിക്കേഷൻസും വരുത്തും. ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, അവർ ചില റെസീറ്റ്സ് ഡിലീറ്റ് ചെയ്ത് പണം അടിച്ചു മാറ്റുന്ന മാനേജർമാരുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ആകുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഒരു ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്താൽ ആ ട്രാൻസാക്ഷൻ അവിടെ ഇല്ലാതായി, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ക്യാഷ് കൂട്ടിച്ചേർക്കുന്ന യൂസറുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡ് കാണിക്കുന്നതിന് ഒരു പ്രിക്കോഷൻ ആവശ്യമാണ്. അങ്ങനെ അതിന് വേണ്ട ഒരു പ്രിക്കോഷനാണ് ഡേറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻ ദി ഡേറ്റ ഓഡിറ്റ് ഫീച്ചർ it enables us to know as to who and what changes have been made in the original data. ഈ ഒറിജിനൽ ഡേറ്റയിൽ ആര് എന്ത് ചേഞ്ചാണ് വരുത്തിയത് എന്ന് കൃത്യമായി അറിയാനുള്ള സംവിധാനമാണ് ഡേറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. Okay, this data audit feature enables us to know as to who and what changes have been made in the original data. This facility fixes the responsibility to the person who has manipulated the data and thereby data integrity. അപ്പോൾ ഈ ഡേറ്റയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി ആരാണ് ഈ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്തത്, അവരിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയാണ് ഡേറ്റ ഓഡിറ്റ് ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദിസ് ഈസ് എ മീൻസ് ടു the administrator to track unauthorized changes that have taken place in the data. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒരു യൂസറുണ്ട്, അഡ്മിൻ യൂസർ, അത് അതിൻ്റെ മാനേജറായിരിക്കും. ഈ മാനേജർക്ക് ഡേറ്റ ഓഡിറ്റ് ഫീച്ചർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ കഴിയും ആരൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സോഫ്റ്റ്വെയറിൽ വരുത്തിയിട്ടുണ്ട്. ഡേറ്റ എൻട്രി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് സോഫ്റ്റ്വെയർ വരുത്തിയിരിക്കുന്നത്, അത് ആരാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്, അത് ഓതറൈസ്ഡ് ആണോ അൺഓതറൈസ്ഡ് ആണോ, അങ്ങനെ അൺഓതറൈസ്ഡ് ആയി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തത്, അവരുടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും സാധിക്കുന്നതിന് വേണ്ടിയാണ് ഡേറ്റ ഓഡിറ്റ് ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡേറ്റ ഓഡിറ്റ് ഫീച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആര് എന്ത് ചേഞ്ചസ് ആണ് ഒറിജിനൽ ഡേറ്റയിൽ വരുത്തിയത് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഡേറ്റ ഓഡിറ്റ് ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തേത് ഡേറ്റ വോൾട്ട്. നമ്മൾ എൻക്രിപ്ഷൻ കേട്ടിട്ടുണ്ട്. നമ്മൾ വാട്സാപ്പിൽ അയക്കുന്ന ഡേറ്റ, നമ്മൾ മറ്റൊരാൾക്ക് അയക്കുന്ന ഒരു ഡേറ്റ എൻക്രിപ്റ്റഡ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലാതെ മറ്റൊരാൾ ആ ഡേറ്റ ഇടയ്ക്ക് വെച്ച് എങ്ങനെയെങ്കിലും ചോർത്തിയെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ അവർക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അത് അൺറീഡബിളായ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ടാണ്. ഈ ഒരു സംവിധാനമാണ് ഡേറ്റ വോൾട്ട് എന്ന് പറയുന്നത്. വോൾട്ടിംഗ് വിൽ സേവ് ദ ഡേറ്റ ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു എൻഷുവർ സെക്യൂരിറ്റി. കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എൻക്രിപ്റ്റഡ് ഫോമിൽ ഡേറ്റ സേവ് ചെയ്യുന്നതിനാണ് ഡേറ്റ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. സോ എൻക്രിപ്ഷൻ വിൽ സ്ക്രാമ്പിൾ ദ ഇൻഫർമേഷൻ സോ ആസ് ടു മേക്ക് ഇറ്റ്സ് ഇൻ്റർപ്രിറ്റേഷൻ difficult, extremely difficult. Okay, its interpretation will be difficult or it is impossible if the data is encrypted. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റ ആരെങ്കിലും ഹോക്കേഴ്സോ ആരെങ്കിലും ചോർത്തിയെടുത്ത് ഒരു സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ അറിയാം എന്ന് കരുതിയാൽ if the this data vault facility will prevent them from using the data. അപ്പോൾ ഒരു ഡേറ്റയും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ഫോർമാറ്റ് മാറ്റുന്നതിനാണ് ഡേറ്റ വോൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾക്കുള്ളത്. ഒന്നുകൂടി പറയാം. ഒന്ന് പാസ്വേഡ് സെക്യൂരിറ്റി, യൂസറുടെ റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് പാസ്വേഡ് ഉപയോഗിക്കുന്നത്. 2 ഡേറ്റ ഓഡിറ്റ്, ആര് എന്ത് ചേഞ്ചസ് ആണ് ഒറിജിനൽ ഡേറ്റയിൽ വരുത്തിയതെന്നറിയാനാണ് ഡേറ്റ ഓഡിറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. ഡേറ്റ വോൾട്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഡേറ്റ എൻക്രിപ്റ്റഡ് ഫോമിൽ സേവ് ചെയ്യുന്നതിനാണ് ഡേറ്റ വോൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എളുപ്പമാണ്. മെറിറ്റ്സ് ഓഫ് CAS, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തത്
ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈഡ് റിപ്പോർട്ട്സ്. സമയത്ത് നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അക്കൗണ്ടിങ് ഒരു ഉപയോഗിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാകുമ്പോൾ നമുക്കൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വിത്ത് ദ ക്ലിക്ക് ഓഫ് എ മൗസ് വി ക്യാൻ ഗെറ്റ് എനി ഇൻഫർമേഷൻ. Second is efficiency in record keeping. Record keeping will also be very efficient. Then it saves time and money. സമയവും പണവും ലാഭിക്കാൻ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ സാധിക്കും. Then confidentiality of data is maintained. Data confidentiality will be maintained. That is the password നമ്മൾ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ പഠിച്ചു. അൺഓതറൈസ്ഡ് ആയ പേഴ്സണ് ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ കഴിയില്ല. So its confidentiality is maintained. Then automated document preparation. All the documents and statements are automatically prepared. Just we have to enter the data only. All other processing will be automatically done by the computer. So automated document preparation facility can be introduced in computerized accounting system. Then transparency and reliability. വിശ്വാസ്യത കൂടുതലാണ്, ട്രാൻസ്പെറൻസി കൂടുതലാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ. ദെൻ അക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ, വളരെ അപ്ഡേറ്റഡ് ആയ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ദെൻ ഡീമെറിറ്റ്സ്, ഇറ്റ് ഹാസ് സം ഡീമെറിറ്റ്സ് ഓൾസോ. ഒന്നാമത്തത് ഡേഞ്ചർ ഓഫ് ഹോക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡേറ്റ. ഹോക്കേഴ്സ് ഈ ഡേറ്റ മോഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് അറിയാം, ഒരു നെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും കമ്പ്യൂട്ടർ ആയാലും നത്തിങ് ഈസ് സേഫ്. ഒന്നും സേഫ് അല്ല, ഒന്നും രഹസ്യമല്ല, എല്ലാം പരസ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഏത് വിവരങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഫോണിൽ നിന്നോ നെറ്റിൽ നിന്നോ ഒക്കെ ചോർത്തിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ചോർത്തിയെടുക്കാനും ഡേറ്റ മോഷ്ടിക്കാനും ചിലപ്പോൾ ആ ഡേറ്റ തന്നെ നശിപ്പിച്ച് കളയാനും ഒക്കെ പല വൈറസ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ഹോക്കേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഡേഞ്ചറാണ്. രണ്ടാമത്തത് പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി. ടെക്നോളജി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞ് വാങ്ങി വെച്ച് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിലൊരു മാറ്റം വന്നു. നമ്മൾ അപ്പോൾ വാങ്ങിയത് അതിനുവേണ്ടി മുടക്കിയ പണമൊക്കെ വേസ്റ്റായി വീണ്ടും അടുത്ത ടെക്നോളജിയിലേക്ക് പോകേണ്ടി വരും. ദെൻ തേർഡ്, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സൺ. പലപ്പോഴും സ്കിൽഡ് പേഴ്സൺസിൻ്റെ അഭാവം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഫേസ് ചെയ്യാം. ദെൻ ചാൻസസ് ഓഫ് ഡേറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. പല കാരണങ്ങൾ കൊണ്ട് ഡേറ്റ ലോസ് ആകാം. കമ്പ്യൂട്ടർ തകരാറിലായി, അല്ലെങ്കിൽ സെർവർ തകരാറിലായി, ഹാർഡ് ഡിസ്കിൽ തകരാറ് വന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഡേറ്റ നഷ്ടപ്പെടാം. വൈറസ് കയറിയാലും ഡേറ്റ നഷ്ടപ്പെടാം. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ട് വി മേ ലോസ് ഡേറ്റ. ദെൻ ഫാസ്റ്റർ ഒബ്സൊലസൻസ് ഓഫ് ടെക്നോളജി. പല ടെക്നോളജി വളരെ പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോകാം. പണ്ട് ഡെസ്ക്ടോപ്പായിരുന്നു, ഈ ലാപ്ടോപ്പായി, ഇപ്പോൾ അതും മാറി മൊബൈൽ ഫോണിലേക്ക് മാറി. ഈ ടെക്നോളജി ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്. ഓരോ തവണ സോഫ്റ്റ്വെയറിലും മാറ്റം വരുന്നുണ്ട്. ഹാർഡ്വെയർ കൂടാതെ തന്നെ സോഫ്റ്റ്വെയറുകളിലും മാറ്റം വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ ഒരു ചെറിയ മാറ്റം വരുമ്പോൾ തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. ദെൻ അൺപ്രോഗ്രാംഡ് റിപ്പോർട്ട്സ് കനോട്ട് ബി ജനറേറ്റഡ്. നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്ത റിപ്പോർട്ട്സ് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പെട്ടെന്ന് വ്യത്യസ്തമായി മറ്റൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്കത് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രയുമാണ് അതിൻ്റെ ഡീമെറിറ്റ്സ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഉള്ളത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അക്കൗണ്ടിങ് ഈസ് എ ഹ്യൂജ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എനി ഓർഗനൈസേഷൻ. ഏത് സ്ഥാപനത്തിലായാലും അതിന് ഏറ്റവും വലിയ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം are briefly, there are many subsystems for this accounting information system. These subsystems are briefly explained. One is a cash and bank subsystem. Cash and bank subsystem deals with all cash receipts, bank receipts, and all cash payments and bank payments. Okay, accounting ഡേറ്റയിൽ ക്യാഷ് റെസീറ്റ്സ്, നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സബ്സിസ്റ്റമാണ് ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം. രണ്ടാമത്തെ സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം. ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഡെപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അവരെത്ര എമൗണ്ട് തരാനുണ്ട്, ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ അതിൻ്റെ റിമൈൻഡേഴ്സ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിസ്റ്റമാണ് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം.
ദെൻ നെക്സ്റ്റ് ഇൻവെൻറ്ററി സബ് സിസ്റ്റം, വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻവെൻറ്ററി സബ് സിസ്റ്റം. സ്റ്റോക്കിൽ എത്ര ഐറ്റംസ് ഉണ്ട്, ഇന്ന് എത്ര കൊടുത്തു, ബാലൻസ് എത്രയുണ്ട്, ഓക്കെ, ക്ലോസിംഗ് ഇൻവെൻറ്ററി എത്രയാണ്, ഓപ്പണിംഗ് ഇൻവെൻറ്ററി എത്രയാണ്, അതിൽ പർട്ടിക്കുലർ ഐറ്റം തിരിച്ച എണ്ണം എത്രയാണ്, ഓക്കെ, ഇതെല്ലാം വിശദമായിട്ട് വിവരങ്ങൾ തരുന്ന സബ് സിസ്റ്റമാണ് ഇൻവെൻറ്ററി സബ് സിസ്റ്റം. നെക്സ്റ്റ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ് സിസ്റ്റം. ദിസ് ഡീൽസ് വിത്ത് ക്രെഡിറ്റ്, മെയിൻലി ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെടുന്നതാണ്. ക്രെഡിറ്റ് പർച്ചേസ് അതുപോലെ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഡ്യൂ ഡേറ്റ്സ്, ഓക്കെ, എമൗണ്ടുകൾ ഒക്കെ കൃത്യമായി കാണിക്കുന്ന ഒരു സബ് സിസ്റ്റമാണ്. പേറോൾ അക്കൗണ്ടിങ് സബ് സിസ്റ്റം ഡീൽസ് വിത്ത് എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ് അവരുടെ പേറോളുമായി ബന്ധപ്പെട്ട ഒരു സബ് സിസ്റ്റമാണ് പേറോൾ അക്കൗണ്ടിങ് സബ് സിസ്റ്റം. നെക്സ്റ്റ് ഫിക്സ്ഡ് അസറ്റ്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം ദാറ്റ് ഡീൽസ് വിത്ത് ഫിക്സ്ഡ് അസറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം. പലതരത്തിലുള്ള ടാക്സുകളുണ്ട്. ജി എസ് ടിയുടെ പല റിപ്പോർട്ട്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനുണ്ട്, അതിൽ റിട്ടേൺസ് കൊടുക്കാനുണ്ട്, ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും റിട്ടേൺസും ഒക്കെ ആക്കാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ബന്ധപ്പെടുന്ന സബ് സിസ്റ്റമാണ് ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് സബ് സിസ്റ്റം ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ. ദെൻ കോസ്റ്റിംഗ് സബ് സിസ്റ്റം. മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഒന്നിച്ച് കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് ആകുമ്പോൾ രണ്ടും ഒരേ സമയം നടക്കേണ്ടതാണ്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആയി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിന് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സബ് സിസ്റ്റമാണ് കോസ്റ്റിംഗ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബഡ്ജറ്റ് സബ് സിസ്റ്റം. ഓക്കെ, ബഡ്ജറ്റ് സബ് സിസ്റ്റം, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽസ് വിത്ത് ബഡ്ജറ്റഡ് ഫിഗേഴ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് മെഷേഴ്സ്. ഈ കാര്യങ്ങൾ വരുന്നതാണ് ബഡ്ജറ്റ് സബ് സിസ്റ്റം. ഓക്കെ, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS-ൻ്റെ ഒരു പാർട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, വിത്ത് ദിസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നോട്ട്സ് എഴുതി വയ്ക്കുക. ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക്, യു ഷുഡ് കീപ്പ് എ സെപ്പറേറ്റ് നോട്ട്ബുക്ക്. അക്കൗണ്ടൻസിയുടെ നോട്ട്ബുക്കിലല്ല എഴുതേണ്ടത്, കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിന് വേറൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. അതിൽ ഈ നോട്ട്സ് നിങ്ങൾ എഴുതി ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായി പഠിക്കുക. Okay, thank you for listening to my class.